തിരുവനന്തപുരം സ്വദേശിനിയായ കലാകമൽ മഹർ ഇവിടെ എത്തിയ കഥയൊന്ന് പറയാമോ? അയ്യോ, അതിൻ്റെ കഥ പറയുവാണെങ്കിൽ അത് വേറെ റൂട്ട് പോകേണ്ടി വരും. എന്തായിരുന്നാലും ഭയങ്കര സന്തോഷം. ഒന്നുമില്ലായിരുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട സമയത്ത്, ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ഫൈനാൻസും എല്ലാം ബ്ലോക്കായ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയെ വലുതാക്കി അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് എത്തിയ ഒരു സ്റ്റോറിയാണ്. ശരിക്ക് ഞാൻ അത്രയും പത്തറ്റിക് കണ്ടീഷനിൽ ഇരുന്നപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് ശരിക്ക് UAE വരുന്നതായിട്ടാണ്. ആ സമയത്ത് ഒന്നുമില്ലായിരുന്ന സമയത്ത് 3 പെൺകുഞ്ഞുങ്ങളാണ്, കുഞ്ഞു പിള്ളേരാണ്. അപ്പം എൻ്റെ സങ്കടമൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർ നമ്മളടുത്ത് എന്നോട് പറഞ്ഞു, നല്ല പണിക്ക് പോകാനുള്ള സാഹചര്യമല്ല, ശരീരം കൊണ്ട് ഒട്ടും വയ്യ. അപ്പോൾ അവർ പറഞ്ഞത്, നിനക്ക് ഗൾഫിലോട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കൊരു 4-5 പേര് എനിക്ക് ഓഫർ ചെയ്ത് കൊണ്ടുപോകാമെന്ന്. പക്ഷേ എന്തോ ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരുടെ കീഴിലും പണിയെടുക്കാനായിട്ട് പോകത്തില്ല. ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ അവിടെ. അന്ന് മുതൽ ഞാനതിങ്ങനെ മൈൻഡിൽ, എൻ്റെ പ്രസൻറ്റ് ടൈമിൽ എൻ്റെ കയ്യിൽ എന്തില്ല എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിപ്പോൾ സാധ്യമായി. സോ ഡു യു തിങ്ക് മാനിഫെസ്റ്റേഷൻ വർക്ക്സ്? ഡെഫിനറ്റ്ലി 100 അല്ല 1000% തീർച്ചയായിട്ടും. നമ്മൾ ഏത് മൈൻഡ് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. പ്രസൻറ്റ് ടൈമിൽ ഇല്ലാത്തൊരു കാര്യത്തെ ഉള്ളതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞാൻ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഡൗട്ട് വെക്കരുത്, നടക്കൂലേ? നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കുക. പൈസയില്ല, ശരീരവും തീർന്നു, മനസ്സും തീർന്നു, എല്ലാം തീർന്നു, തെരുവിലേക്ക് ഇറങ്ങേണ്ടി നിന്ന ഞാൻ ശരിക്കുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ, അത് ഒരു വിശ്വാസക്കേടും ഇല്ലാണ്ട് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ബുർജ് ഖലീഫയിലോട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അത് വേറെ എൻ്റെ ദൈവമേ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ ബുർജ് ഖലീഫയിൽ പോയിട്ടൊന്ന് ചായ കുടിക്കുക. അപ്പോൾ സമയത്ത് വീട്ടിൽ ഒരു കാർ പാല് മേടിക്കാൻ പൈസയില്ല. എന്നിട്ട് ഞാൻ ബുർജിൽ പോയി ചെന്നിരുന്നിട്ട് ഞാൻ ചായ കുടിക്കുന്നു. പക്ഷെ അതിന്ന് സാധ്യമാവാൻ പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ ഞാനില്ലായിരുന്നല്ലോ, പിന്നെ ഞാനിങ്ങനെ വന്നത്? അത് വേറൊരു കഥയാണ്. എന്നെ പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, ഞാൻ വളരെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഏതൊരു ഡിസിഷനും ഞാൻ മെഡിറ്റേഷനകത്ത് ഇരുന്നിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു മെഡിറ്റേഷനകത്ത് ഒരു 12-12:30 രാത്രി ആ സമയത്താണ് എബ്രോഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളിങ് എനിക്കൊരു ഇന്നർ വോയിസായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു ചാൻസും ഇല്ല. നാട്ടിൽ ഹീലിംഗ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്കത് കിട്ടി. ആ ഇന്നർ വോയിസ് കേട്ടു. ഞാൻ ആ ഇന്നർ വോയിസിനെ അതുപോലെ അബ്സോർബ് ചെയ്തിട്ട് റിസീവ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് അക്സേനയാണ്. അക്സേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാത്രി 12:40 എനിക്കൊരു എൻ്റെ സ്പിരിച്വൽ ചിൽഡ്രൻ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അക്സ ഓൺലൈനിൽ ഇരിപ്പുണ്ട്. അക്സേനെ വിളിച്ചപ്പോഴത്തേനും അക്സ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞേട്ടാ, എനിക്കിങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പോൾ ഈ കിട്ടിയ സാധനത്തിന് ഉടനെ തന്നെ അക്സ നോട്ട് ചെയ്തു. അപ്പോൾ ആ നോട്ട് ചെയ്ത 2 പേര്, ഞാനിപ്പം മെഡിറ്റേഷൻ ഇരുന്നിട്ട് എന്ത് കിട്ടിയിരുന്നാലും സ്പോട്ടിൽ നോട്ട് ചെയ്യും. ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബുക്കും പേനയും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ട് അടുത്ത് ഞാൻ വിളിച്ച് പറയുന്ന അക്സേൻ്റെ അടുത്താണ്. അക്സയും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ശരിക്കും നമ്മുടെ ഒരു മിഷനാണ്. അത് വരും സമയങ്ങളിൽ നമ്മളത് വെളിപ്പെടുത്താൻ എന്താ? തീർച്ചയായിട്ടും. ഒരു പക്ഷേ നമ്മുടെ ഈ മിഷനെ കുറിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സെയിം മിഷനുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ കാണും. ആഗ്രഹമില്ല, കോളിംഗ് ഉള്ള ഒരുപാട് ആൾക്കാർ കാണും. സോ നമുക്കങ്ങനെ കണക്റ്റ് ആവാം. ബട്ട് ഇത് നോട്ട് ചെയ്ത 2 എണ്ണം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഒരുമിച്ചാണെന്നുള്ളത്. ഇനി റിസീവ് ചെയ്ത് പാദയാത്ര റിസീവ് ചെയ്ത് വേറെ വരുത്തേണ്ട 21-ാം തീയതി ഇങ്ങോട്ട് എത്തും. അപ്പം ഈ സാധനത്തിന് ഒട്ടനെ കയറി പിടിച്ചവരൊക്കെ ഇനി എത്തിയിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത്, നമ്മൾ മാനിഫെസ്റ്റ് ഇപ്പം എഴുതുമ്പോൾ, അതായത് അതിനെന്താ പറയുന്നത്, ജേർണലിങ്, ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സ് നിങ്ങൾ ചെയ്യുന്ന കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള ഫീലിനകത്തായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ വ്ളോഗ് നീണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോയി. പക്ഷെ പലർക്കും പല ഡൗട്ട്സ് ഉണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട്. ഇപ്പം നെഗറ്റീവ് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്നു, പോസിറ്റീവ് മാനിഫെസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ എന്താ റീസൺ? നെഗറ്റീവ് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു നെഗറ്റീവ് കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ ബോഡിയും
എൻ്റെ മൈൻഡും എൻ്റെ ഇമോഷൻസും എല്ലാം ഒരുപോലെ പെട്ടെന്ന് ആ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റിനകത്ത് ജീവിക്കാൻ തുടങ്ങും. ഇപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, ആ ഡൗട്ട് വരുന്ന സമയം എൻ്റെ ബോഡിയും എൻ്റെ ഇമോഷണൽ ഏരിയ കംപ്ലീറ്റ് ഞാൻ ആ നെഗറ്റീവ് അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കുന്നത്. പക്ഷേ പോസിറ്റിവിറ്റി തിങ്ക് ചെയ്യുന്ന സമയത്ത് ബോഡിയും മൈൻഡും ആ ഒരു ആ ഒരു ശരിക്കുള്ള ആ ഒരു വേവിലേക്ക് എത്തുന്നില്ല, ആ ഒരു അലൈൻമെൻറ്റിനകത്തേക്ക് എത്തുന്നില്ല. ഇതാണ് സാധനം. അപ്പം ശരിക്കും പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ളത് ഡാർക്ക് എനർജിയാണ്. അപ്പം ഇനിയും നമുക്ക് വരുന്ന വ്ളോഗുകളിൽ കുറേ വിശേഷങ്ങളും ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതെ, ഇൻട്രോ എടുത്തത് നീണ്ടുപോയി, ഞാൻ ക്ഷമിക്കുക. അപ്പോൾ ബുർജ് വിശേഷങ്ങൾ ഓഫ് കല കമൽ മഹൽ will be coming soon. So stay tuned. Bye-bye. ബൈ.